തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ വിഭാഗം ആളുകളാണ്. ഏജൻസികൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അത് ഇന്ന് തുടങ്ങിയല്ല, പണ്ടേ ഉണ്ടത്. ഒരു ഭരണ വീട്ടിൽ കൂലിക്കാളിനെ വിളിച്ച് കരയുക. യേശു ചെല്ലുമ്പോൾ അതങ്ങ് മാറ്റുന്നു. യേശു ഉള്ളിടത്ത് അപ്രകാരമുള്ള ആർട്ടിഫിഷ്യൽ പരിപാടികളൊന്നും യേശുവിന് ഇഷ്ടമല്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. യേശു അത് ആഗ്രഹിക്കുന്നുമില്ല. യേശുവിൻ്റെ പ്രവർത്തനത്തിൽ അത് യേശു ആഗ്രഹിക്കുന്നുമില്ല. യേശു അതിനെ തുടച്ചു മാറ്റുകയാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ വായിക്കുന്ന അനുഭവത്തിൽ പള്ളിപ്രമാണി വീട്ടിൽ വന്നാറ് ആരവാരത്തെയും വളരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെയും കണ്ട് അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന് കുട്ടി മരിച്ചിട്ടില്ല. പീപ്പിൾ ലൗഡ്ലി വീപ്പിംഗ് ആൻഡ് വെയിലിംഗ്. ദീസ് പ്രൊഫഷണൽസ് മാനൽവെയർ ഹിം ബൈ ദി ഫാമിലി. അവരെ ഹയർ ചെയ്തിരിക്കുക, കുടുംബം അവരെ ഹയർ ചെയ്തിരിക്കുക. ഇന്നത്തെ എല്ലാം നമ്മൾ ഈ ഹയർ ചെയ്തുള്ള പരിപാടികളല്ലേ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, യേശു കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ നിന്റെ ആത്മാർത്ഥതയാണ് അതിനകത്ത് വേണ്ടത്. നീ എത്രമാത്രം അതിനകത്ത് ആത്മാർത്ഥമായിട്ടിരിക്കുന്നോ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവർ പറയുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാണാനൊക്കെ പല പരിപാടികൾ ഏജൻസികൾ പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു രസമാണ് കാണാനൊക്കെ. അർത്ഥമൊന്നുമില്ല, അത് തീരും. എന്നാൽ അതിന് ആത്മാർത്ഥമായിട്ട് അതിനകത്ത് വരുമ്പോൾ അത് സംഭവം വേറെയാണ്. ആത്മാർത്ഥമായിട്ടുള്ളത് വരുമ്പോൾ മാത്രമേ അതിലെ അർത്ഥമുള്ളൂ. അതിൽ കർത്താവ് അവരെ അടിച്ച് പുറത്താക്കുക. അങ്ങനെ ഈ കൂലിക്ക് കരയുന്നവരെ കർത്താവ് അടിച്ച് പുറത്താക്കുക. നിന്റെ പ്രവർത്തനത്തിലും പ്രവർത്തന മേഖലകളിലും നിന്റെ ആത്മാർത്ഥത അവിടെ ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിലാണെങ്കിലും നീ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും നിന്റെ പ്രൊഫഷനിലും നിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ടച്ച് അതിനകത്തുണ്ടായിരിക്കണം. അതാണ് യേശുവിൻ്റെ ടച്ച്. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. യായിറോസിനെ അവൾക്ക് സൗഖ്യം കൊടുക്കാന്നുള്ളത് യേശുവിൻ്റെ അജണ്ടയിലുള്ളതാണ്. സൗഖ്യം വിശ്വാസം യേശു പ്രഖ്യാപിച്ച കാര്യമാണ്. യേശു പ്രഖ്യാപിച്ച കാര്യത്തിൽ യേശുവിൻ്റെ സംശയമൊന്നുമില്ലല്ലോ. നിന്നെപ്പറ്റി യേശു പ്രഖ്യാപിച്ച കാര്യം യേശു നിന്നിൽ നടത്തുക തന്നെ ചെയ്യും. നീ അതിന് വേറെ സംവിധാനങ്ങളൊന്നും ഒരുക്കണ്ട. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വാസത്തിൻ്റെ അളവ് പോലും വർദ്ധിപ്പിച്ച് അഡീഷണലായിട്ട് ഞങ്ങളൊന്നും ചേർക്കാതെ എല്ലാം ദൈവഹിതപ്രകാരം ദൈവത്തിന് യോഗ്യമായ വണ്ണം വിശ്വാസത്തിൽ ഉറപ്പിച്ച് ചേർക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രി, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി, എംപിമാർ, MLA മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ബഹുമാനമുള്ള കോടതികൾ, വക്കീൽമാർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ബെറ്ററായിട്ടുള്ളവർ, അധ്യാപകർ, പ്രഥമാധ്യാപകർ, മാധ്യമപ്രവർത്തകർ, ചാനലിൽ ജോലി ചെയ്യുന്നവർ, വിവിധ തരത്തിലുള്ള തൊഴിലാളി മേഖലകളിലുള്ളവർ, എപ്പേർപ്പെട്ടവർക്കും യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ച് ഏതവസ്ഥയിലുള്ളവരുടെയും ഭവനത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ യേശു കർത്താവിൻ്റെ സാന്നിധ്യം, യേശു കർത്താവിൻ്റെ സാമീപ്യം യേശു നിന്റെ മക്കളുടെ ഭവനങ്ങളിൽ കയറി ചെല്ലട്ടെ. ഇന്ന് യേശു നിന്റെ മക്കളുടെ ഭവനങ്ങളിൽ കയറി ചെന്ന് യേശു നിന്റെ മക്കളുടെ ഭവനത്തിന് അന്ധകാരക്കെട്ടുകളെ, പൈശാചികക്കെട്ടുകളെ, മരണക്കെട്ടുകളെ ശാസിച്ച് പുറത്താക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.